എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശയുടെ പലവിധ ഭാവങ്ങൾ നമ്മുടെ മുമ്പിലോട്ട് വരുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി ആ ദീനിന്റെ പൊരുത്തത്തിലോട്ട് കടന്നു പോകാൻ നമുക്ക് കഴിയുന്നില്ല. റിട്ടയർ ആകുന്ന ആളുകൾ കൊണ്ടുപോയി അവരുടെ പൈസ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പൈസ കിട്ടിയാൽ അത് കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന്റെ പലിശ വെറുതെ വാങ്ങിച്ചു തിന്നു. നിങ്ങൾ ഹലാലായ കച്ചവടത്തിൽ മുടക്കീൻ, അതിന്റെ ലാഭം വാങ്ങിക്കീൻ. ഹലാലായ കച്ചവടങ്ങളുണ്ടല്ലോ, അതിന്റെ ലാഭങ്ങൾ വാങ്ങിക്കാൻ കഴിക്കുകയും. പക്ഷെ വെറുതെ ശരീരമനങ്ങാതെ പലിശ വ്യാപകമാവുക, ഇത് രണ്ടുമുണ്ടായാൽ സല്ലല്ലാഹു അലൈഹിൽ മൗത്ത, അവിടുത്തെ മരണനിരക്ക് കൂടും. അവിടുത്തെ പള്ളിപ്പറമ്പിൽ പിന്നെ കബർ കുഴിക്കാനുള്ള സ്ഥലം തികയില്ല. അപ്പൊ അതിനെന്തുണ്ടാവണം? ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം ഉണ്ടാകണം, സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം. അത് ജമാഅത്തിന്റെ കമ്മിറ്റിയുടെയും ഇമാമിന്റെയും പൊതുജനങ്ങളുടെ ഒക്കെ ബാധ്യതയാണ്. ജമാഅത്ത് കമ്മിറ്റിയുടെ ബാധ്യത എന്ന് ഞാൻ ഹൗദിലെ വെള്ളം നോക്കൽ മാത്രമല്ലല്ലോ. ഏതായാലും ഒരു കാര്യത്തിന് എനിക്ക് നിങ്ങളോട് വലിയ താല്പര്യമുണ്ട്. ആ ജമാഅത്തിന്റെ കീഴിൽ ഒരു ഹിഫ്ദുൽ ഖുർആന്റെ കോളേജ് ഇവിടെ നടക്കും. അള്ളാഹു അതിനെ ഉയർച്ചയിലേക്ക് എത്തിക്കട്ടെ. ഈ പള്ളിയുടെ 3 സഫ് മുഴുവൻ ഹാഫിളീങ്ങൾ ഇരിക്കുന്ന ഒരു അവസ്ഥ അള്ളാഹു നൽകട്ടെ. ലോകപ്രശസ്ത സഞ്ചാര ആയ ഡോക്ടർ കമാൽ പാഷ, അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനത്തിനുണ്ടായ അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം ലണ്ടനിൽ ഒരു പള്ളിയിൽ പോയി. ലണ്ടൻ രാവിലെ സുബഹി നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചപ്പോൾ ലണ്ടനിലെ ജുമാ മസ്ജിദിൽ പോയ ഡോക്ടർ കമാൽ പാഷ, നമ്മുടെ കേരളീയനാണ്, മലയാളിയാണ്. അദ്ദേഹം പോയി അവിടുത്തെ ആദ്യത്തെ സഫിൽ പോയിരുന്നു. മോദി സാഹിബ് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഹാഫിളാണോ? ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിളാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ഹാഫിളല്ല, എന്നാൽ 4ാമത്തെ സഫിൽ പോയിരിക്കുക. അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു, ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ലല്ലോ. നിയമമൊന്നും. പള്ളിയിലെ ആദ്യത്തെ 3 സഫിൽ നമസ്കരിക്കാൻ എല്ലാ 5 വക്കത്ത് ജമാഅത്ത് നമസ്കാരത്തിൽ ഇരിക്കുന്നത് ഹാഫിളീങ്ങളാണ്. നമ്മുടെ ഈ പള്ളിയിൽ ഏത് ജമാഅത്ത് നമസ്കാരത്തിനും ആദ്യത്തെ 3 സഫ് മുഴുവനും ഹാഫിളീങ്ങളാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹാഫിളല്ല, 4ാമത്തെ സഫിൽ പോയിരിക്കുക. കമാൽ പാഷ പറഞ്ഞു, ഖുർആൻ മനപ്പാടമാക്കാൻ കഴിയാതെ ഒരു ഹാഫിളാവാൻ കഴിയാത്തതിന്റെ ദുഃഖം ഏറ്റവും ഞാൻ അറിഞ്ഞത് അന്നായിരുന്നു. നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ആദ്യത്തെ 3 സഫ് മുഴുവനും ഹാഫിളീങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമ്മളെ ഹാഫിളീങ്ങളാക്കട്ടെ. ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവത എന്നോട് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവത എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും, അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവനും മനപ്പാടമാക്കാൻ കഴിഞ്ഞ. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ജീവിതത്തിൽ കിട്ടാനില്ല. അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. അതിന് നമ്മളെ സഹായിച്ച നമ്മുടെ ഉസ്താദന്മാർ, ആ വഴിയിലേക്ക് നമ്മെ പറഞ്ഞുവിട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ ഒരാൾ ഈ സദസ്സിൽ ഉണ്ടാകുമായിരുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ മനപ്പാടമാക്കാൻ കിട്ടിയത്, ഞാൻ SSLC പരീക്ഷ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഹാഫിളാവാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ 2 അറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോഴും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ജീവിതത്തിൽ ഏറെ അനുഭവിച്ച ആളാണ്, ഏറെ ഇപ്പോഴും. പക്ഷേ മനസ്സിലൊരു ഇതുണ്ട്, വേറെ ഒന്നിനും പോയില്ലെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ ഹാഫിളാവാൻ കഴിഞ്ഞു. ഇനിയും മരിക്കുന്നത് വരെ എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, പടച്ചവനെ ഈ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കണം. മരിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ കയ്യിൽ പിടിച്ചത് ഓതിക്കൊണ്ടിരിക്കുമ്പോ മരിക്കണം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കബീർ മുസ്ലിയാർക്ക് വേണ്ടി 2 ദിവസം വഅള് വന്നിട്ട് നിങ്ങൾ എന്തെനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഖുർആൻ കയ്യിൽ പിടിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ അത് ഓതിക്കൊണ്ട് മരിക്കണം. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനേക്കാൾ വലുതൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. ഈ ദുനിയാവിൽ ഒരു ചെറ്റപ്പുരയിൽ കിടക്കട്ടെ, ദുനിയാവ് നമുക്കില്ലാതെ വരട്ടെ, പക്ഷെ മരിക്കുന്ന സമയം നന്നായാൽ, മയ്യത്ത് കണ്ടിട്ട് ആളുകൾ വന്നിട്ട് പറയണം, മരിച്ചു കിടക്കാന്ന് തോന്നൂല, കണ്ടാ ചിരിച്ചോണ്ട് കിടക്കാൻ തോന്നും. അള്ളാഹു അങ്ങനെ പറയിപ്പിക്കട്ടെ നമുക്ക്. കമാൽ പാഷ പറഞ്ഞു, പിന്നീട് ഞാൻ ഇരുണ്ട ആഫ്രിക്കയിൽ പോയി. അവിടുത്തെ ഒരു ഗ്രാമത്തിൽ ഞാൻ നടന്നു പോകുമ്പോൾ ഒരു കൊച്ചുകുട്ടിയോട് വഴി ചോദിച്ചു. ആ കുട്ടി പറഞ്ഞ മറുപടി ഖുർആന്റെ ഒരു ആയത്തായിരുന്നു. വഴി ചോദിച്ചപ്പോ ആ കുട്ടി മറുപടി പറഞ്ഞത് ഖുർആന്റെ ഒരു ആയത്താ. അവനോട് വീണ്ടും ചോദിച്ചപ്പോ വീണ്ടും ഖുർആന്റെ ഒരു ആയത്ത്. ആ കുട്ടിയോട് ഇവരെന്തൊക്കെ ചോദിച്ചു അതിനെല്ലാം ആ കുട്ടി മറുപടി പറഞ്ഞത് ഖുർആന്റെ ആയത്തിലൂടെയാ.
അത്ഭുതത്തോടെ കമാൽ പാഷ വെച്ചു, മോനെ നിനക്ക് ഖുർആനിൽ ഇത്ര പാണ്ഡിത്യമോ? അവൻ പറഞ്ഞു, ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ ഞങ്ങൾ എല്ലാവരും പരസ്പരം സംസാരിക്കുന്നത് ഖുർആൻ കൊണ്ടാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്ഭുത പരതന്ത്രനായി നിന്നുപോയി. ഞാൻ ആദ്യം പറഞ്ഞത് തുണി ഉടുക്കാത്ത പെണ്ണിന്റെ നാടെന്ന് നമ്മൾ പറയുന്ന പരിഷ്കൃത ജനതയായ ലണ്ടൻ നഗരത്തിലെ ഒരു ജുമാ മസ്ജിദിന്റെ കഥ. രണ്ടാമത് ഞാൻ പറഞ്ഞത് പരിഷ്കാരം കടന്നിട്ടില്ലാത്ത, ഇന്നും മരത്തിന്റെ ഇല പറിച്ചിട്ട് നഗ്നത മറിക്കുന്ന ഇരുണ്ട ആഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിലെ കഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുടെ ആദ്യത്തെ 3 സഫ് ഹാഫിളീങ്ങളെ കൊണ്ട് നിറയണം. അതിനല്ലാഹു ഹിഫ്ളുൽ ഖുർആൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മളിനി ചിന്തിച്ചിട്ടേ പറ്റൂ. നമ്മളെ മക്കളെ ആരാക്കിയിട്ട് കാര്യമെന്താ? ഹാഫിളീങ്ങളാകണം മക്കളെ. ഖുർആൻ മനഃപ്പാടമാക്കി ഒരു ഹാഫിളിന്റെ വാപ്പ, ഹാഫിളിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്നത് എന്താ? ഒരാൾ മരിച്ചാൽ അവനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചാൽ ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ അവന്റെ കണ്ണ് കാണൂല, അഴുകി താഴെ വീഴും. പക്ഷേ ഖുർആൻ മനഃപ്പാടമാക്കി ഒരു ഹാഫിളിന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചാൽ 40 വർഷം കഴിഞ്ഞ് തുറന്നു നോക്കിയാലും ആ ശരീരത്തിൽ പുഴു പോലും തൊടൂല, മണവാളനെ പോലെ അതിനകത്ത് കിടപ്പുണ്ടാകും. അതാണ് ഹാഫിള്, ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിള്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹാഫിളീങ്ങളെ മാതാപിതാക്കളാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം, അതുകൊണ്ട് ഞാൻ ഈ ജമാഅത്ത് കമ്മിറ്റി അതിന്റെ കീഴിലൊരു ഹിഫ്ളുൽ കോളേജ്, ഹിഫ്ളുൽ ഖുർആന്റെ കോളേജ്, അൽഹംദുലില്ലാഹ് ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിലും ഹിഫ്ളുൽ ഖുർആന്റെ ഖുർആൻ അക്കാദമിക്ക് കഴിഞ്ഞ മാസം കഴിഞ്ഞ റമളാനിൽ തറക്കല്ലിട്ടു. കഴിഞ്ഞ തിങ്കളാഴ്ച അതിന്റെ 2ാം നില വാർപ്പായിരുന്നു. കഴിഞ്ഞ റമളാനിൽ ഞാൻ 25-ാം രാവിന് തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ടൊരു പ്രസംഗം നടത്തി. ഒരു 10-20 മിനിറ്റ് പ്രസംഗിച്ച് 40 ലക്ഷം രൂപ കിട്ടി. 4 സ്ത്രീകൾക്ക് 4 ക്ലാസ് നടത്തി റമളാൻ മാസത്തിൽ. 27-ാം രാവിന് അവരോടും ചോദിച്ചു ഹിഫ്ളുൽ ഖുർആൻ വല്ലതും തരാൻ. അവർ റെഡി ക്യാഷ് ആയിട്ട് 5 ലക്ഷം രൂപയും ഏതാണ്ട് 20 പവന്റെ സ്വർണവും കിട്ടി. എല്ലാവരും തന്നു, ഇഷ്ടം പോലെ സഹോദരിമാർ. അല്ലാഹു ഒരു സ്വർഗം കൊടുക്കട്ടെ, ആവശ്യം പോലെ സഹോദരങ്ങൾ തന്നു. 2 നില പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് റമളാന് തൊട്ടു മുമ്പ് ഖുർആൻ ഹിഫ്ളുൽ ഖുർആന്റെ കോളേജ്, മുകളിൽ ഖുർആൻ റിസർച്ച് സെന്റർ, അതിന്റെ മുകളിൽ സാധാരണക്കാർക്ക് ഖുർആൻ പഠിക്കാനുള്ള ഖുർആൻ ലേണിംഗ് അക്കാഡമി, ഇങ്ങനെ വിവിധ ഉദ്ദേശത്തോടുകൂടി നമ്മുടെ പള്ളിയുടെ കീഴിൽ ഇൻഷാ അല്ലാഹ് തുടങ്ങും. അപ്പൊ ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി ഏതായാലും അക്കാര്യത്തിൽ മുമ്പോട്ടൊരു ചുവട് വെച്ചതിൽ വളരെ അഭിമാനാർഹമാണ്. ഇതിന്റെ ജമാഅത്തിന്റെ ഭാരവാഹികളെയും ഇമാമിയങ്ങളെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അള്ളാഹു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകട്ടെ. ഇത് നിർത്തിക്കളയരുത്. ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ 30 ലിറ്റർ ഡീസൽ വേണം. സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അങ്ങ് പൊക്കോളും, കുറച്ച് മതി. ഇത് ആദ്യം ഒന്ന് തള്ളി കിട്ടാൻ വലിയ പാടാണ്. അങ്ങ് പോകുന്നവർ അവസാനം വരെ എത്തണം. ജമാഅത്ത് കമ്മിറ്റിയുടെ ജോലി ഹൗദിലെ വെള്ളം നോക്കൽ മാത്രമല്ലല്ലോ. ഹൗദിലെ വെള്ളം നോക്കൽ മാത്രമാണ് ജമാഅത്ത് കമ്മിറ്റിയുടെ ജോലിക്ക്. അത് ഏത് വേലായുധനും കഴിയും. കാരണം മിക്കവാറും പള്ളിയുടെ ഹൗദ് മുഴുവനും പള്ളിക്ക് വെളിയില്ല. അതുകൊണ്ട് റോഡിൽ കൂടെ പോണവർക്ക് അത് നോക്കാൻ പറ്റും. പക്ഷേ സമൂഹത്തിന്റെ സർവ്വ മേഖലകളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മതപ്രഭാഷണത്തിന്റെ വേദിയും അങ്ങനെ ആവേണ്ടതുണ്ട്, എല്ലാ ആളുകളും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള 2 കാരണങ്ങളേതാ? 2 കാരണങ്ങളേതാ? ഒന്ന് വ്യഭിചാരം, മറ്റൊന്ന് പലിശ. ഇതുമായി ബന്ധപ്പെട്ട് എന്തുമുണ്ടായാൽ, അതേത് കുടുംബത്തിലാകട്ടെ, ഏത് സ്ഥാപനത്തിലാകട്ടെ, ഏത് നാട്ടിലാകട്ടെ, അള്ളാഹു പറയുന്ന സമൂഹത്തെ ഞാൻ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനേക്കാൾ വലുതായി ഈ എല്ലാ അനാചാരങ്ങളും നമ്മുടെ നാട്ടിലോട്ട് കടന്നു വരുമ്പോ, നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുമ്പോ മാറി നിൽക്കണം, അതിൽ നിന്ന് മാറി നിൽക്കണം. ഒരു സുന്ദരനായ യുവാവ് വിശാലമായ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. അവന്റെ പുറകെ സുന്ദരിയായ ഒരു പെൺകുട്ടി പുറകെ കൂടി. അവൻ ആ പെണ്ണ് വിളിക്കാൻ തുടങ്ങി, ചെറുപ്പക്കാരായ എന്റെ വള്ളിക്കുടിലേക്കൊന്ന് വരുമോ, എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ, എന്റെ കിടപ്പുറയൊന്ന് പങ്കിടുമോ? ആ അള്ളാനെ പേടിയുള്ള ചെറുപ്പക്കാരൻ തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ആ പ്രകോപനങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ തന്നെ വശംവദനാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോ ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു, ചെറുപ്പക്കാരാ, അൽ തുഹ്സിനു ശിഅറാ, എനിക്ക് വേണ്ടി നീ ഒരു പാട്ടുപാടുമോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്നു. അയാള് പറഞ്ഞു, പെണ്ണേ, ഞാൻ നിനക്കൊരു പാട്ട് പാടിത്തരാം. അല്ലാത്തത് ولا تبغي الفجور إلى الممات فإن الله يبصر فوق عرشه ويغضب للفعال الموبقات.
ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ, നീ എന്നെ ഹറാമിലോട്ട് വിളിക്കുമ്പോ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ചുട്ടുപടുത്ത മണലാരണ്യത്തിന്റെ നടുവില് ഈ പെണ്ണും ഈ ചെറുപ്പക്കാരനുമല്ലാതെ മൂന്നാമതൊരാളെ നമുക്ക് കാണാൻ കഴിയില്ല. മൂന്നാമതവിടെയുള്ളത് ഈത്തപ്പന മരങ്ങൾ മാത്രമാണ്. എന്നിട്ടും അയാൾ പറഞ്ഞു, പെണ്ണേ, ഏതൊരു ഹറാമിലേക്കാണോ നീ എന്നെ ക്ഷണിക്കുന്നത് അതിലേക്ക് മരണം വരെ എന്നെ ക്ഷണിച്ചെടുക്കാൻ. മരിക്കുന്നത് വരെ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യാൻ നിനക്ക് എന്നെ കിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതെന്നറിയുമോ? എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതെന്നറിയുമോ? യുബ്സിറു ഫൗക അർശി വയഗ്ലബുൽ ഫആലിൽ മൂബിഖാതി. ഫഇന്നല്ലാഹ, എന്നെയും നിന്നെയും സൃഷ്ടിച്ച അല്ലാഹ്, യുബ്സിറു ഫൗക അർശി, അവൻ അർശിന്റെ മുകളിൽ നിന്ന് നമ്മളെ നോക്കുകയല്ലേ, അവൻ നമ്മളെ കാണുകയല്ലേ. വയഗ്ലബുൽ ഫആലിൽ മൂബിഖാതി, വൻപാപം ചെയ്യുന്നവരോടവൻ വല്ലാതെ കോപിക്കുകയില്ലേ. അതുകൊണ്ട് ഞാനില്ലെന്ന് പറഞ്ഞു മാറി നിന്ന യുവാവിനെ പോലെ എന്റെ സഹോദരങ്ങളെ, വൻപാപങ്ങൾ വ്യാപകമാകുമ്പോ ഈ സമൂഹത്തെ മുഴുവനും അല്ലാഹു തകർത്തെറിയുമ്പോ ആ സമയത്ത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, എന്തേ റബ്ബ് നമ്മളെ അങ്ങനെ അദാബിൽ പെടുത്തുന്നില്ല, എന്തേ അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടുകൊള്ളുക, അല്ലാഹു സമൂദ് ഗോത്രത്തെ തകർത്തിട്ടുണ്ട്, അല്ലാഹു ആദ് ഗോത്രത്തെ തകർത്തിട്ടുണ്ട്, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അല്ലാഹു തകർത്തിട്ടുണ്ട്. എന്നിട്ടും റബ്ബ് നമ്മളെ പരീക്ഷിക്കാം.